എന്നത്തെയും പോലെ മുട്ട കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കൂട്ടിലേക്ക് ചെന്നപ്പോഴാണ് നമ്മുടെ ഈ കോഴിപ്പെണ്ണ് അടയിരിക്കുന്നത് കണ്ടത്. ആദ്യമേ ഇവളുടെ കയ്യിൽ നിന്ന് മുട്ടകളൊക്കെ അടിച്ചു മാറ്റി ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോകാമെന്ന് കരുതിയെങ്കിലും അമ്മയാവാനുള്ള വ്യഗ്രത കൊണ്ട് ഇവൾ അടയിരിക്കുകയാണെങ്കിലോ എന്ന് കരുതിയിട്ട് മുട്ടകളെല്ലാം മെല്ലെ തിരിച്ചു വെച്ച് കൊടുത്തു. ആദ്യമേ ഇവൾ മുട്ടകളൊക്കെ ഒന്ന് കൊത്തി സ്വന്തം മുട്ടയാണെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിലും പിന്നെയുള്ള മുട്ടകളെല്ലാം മെല്ലെ കെയർഫുള്ളായിട്ട് അവളുടെ ചിറവിനടിയിലേക്ക് വലിച്ചടിപ്പിക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അതെന്തായാലും നമ്മൾ തൽക്കാലം അവിടെ വിട്ടിട്ട് അവൾ അടയിരുന്ന് വിരിയിക്കുന്നെങ്കിൽ വിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇൻക്യുബേറ്ററിലേക്ക് ശ്രദ്ധ തിരിക്കാമെന്ന് കരുതി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ എന്തായാലും പൊട്ടി വരാൻ തുടങ്ങിയത്. ആദ്യത്തെ 19ാമത്തെ ദിവസമായപ്പോൾ തന്നെ 2 കുഞ്ഞുങ്ങൾ പൊട്ടുകയും ബാക്കിയുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പൊട്ടി വരാൻ റെഡിയായിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് 1-2 മുട്ടകൾക്ക് കുറച്ച് ഡാമേജ് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ 2 കുഞ്ഞുങ്ങളെ മാത്രമാണ് വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് 19ാമത്തെ ദിവസമായപ്പോൾ. അതിലൊരു കുഞ്ഞിൻ്റെ അനക്കം നിങ്ങൾക്ക് ഈ സൗണ്ടിലൂടെ കേൾക്കാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും കേൾക്കുന്ന ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ എന്തായാലും 2 ദിവസങ്ങളിലൂടെ കഴിഞ്ഞ് 21ാമത്തെ ദിവസമായപ്പോൾ നമുക്ക് മൊത്തത്തിൽ 6 കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് കിട്ടിയത്. പക്ഷേ അതിനകത്ത് ഒരാൾ വികലാംഗിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം ഏകദേശം കഷ്ടത്തിൽ തന്നെയാണ്. പുതിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന രീതിക്ക് എന്തായാലും നമുക്ക് കൂടുതൽ ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കാനും അതോടൊപ്പം തന്നെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സും ചെയ്യാനുണ്ട്. തൽക്കാലം കുഞ്ഞുങ്ങളെല്ലാം പിടിച്ച് ഇവളുടെ അടുത്തേക്ക് ഇരുത്തി. കുറച്ച് നേരമായിട്ട് ഇവൾക്ക് അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവളെ നേരെ തൂക്കിയെടുത്ത് അപ്പുറത്തെ കൂട്ടിൽ വെച്ചതിന് ശേഷം പിള്ളേരെ ഓരോന്നോരോന്നായിട്ട് അപ്പുറത്തെ കൂട്ടിലോട്ട് വെച്ച് ഈ കൂടൊന്ന് വൃത്തിയാക്കി എടുത്ത് അതിനകത്ത് കുറച്ച് അറക്കപ്പൊടിയൊക്കെ ഇടാനാണ്. അപ്പോൾ ഇവരെ അങ്ങോട്ട് ഇരുത്തിയപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കൊക്കെ വരുന്ന കണ്ടു. കുഞ്ഞു പിള്ളേർ അമ്മയുടെ ചുണ്ടിലൊക്കെ കൊത്തി നോക്കുന്ന കണ്ടപ്പോൾ ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വന്നു അങ്ങോട്ട് ഏറ്റെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കും തോന്നി. എന്തായാലും നമ്മൾ പേപ്പറൊക്കെ വിരിച്ചു, അതിൻ്റെ മണ്ടയിൽ അറക്കപ്പൊടി വിരിച്ചു, അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് പേപ്പറൂടെ വെച്ചിട്ട് നമ്മൾ എന്തായാലും കുഞ്ഞുങ്ങളെല്ലാം പറക്കി അവിടേക്ക് ഇരുത്തിയതിന് ശേഷം തീറ്റ ഇട്ട് കൊടുത്തു. ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഈ പെണ്ണിനെയും കൂടെ പിടിച്ച് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. എന്തായാലും തൽക്കാലം കൂടടക്കിയാണ്. ഇവരെ സ്വീകരിക്കില്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയേണ്ടതാണ്. അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.